السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا توفيقي إلا بالله تعالى. അടുത്ത കാലങ്ങളിലായി ഇസ്ലാം വളരെയേറെ ഫിത്നകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് മുസ്ലിങ്ങളെ ഈ ഫിത്നകൾ ശാരീരികമായും ആദർശപരമായും ബാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫിത്നയെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഫഇന്നീ ലഅറൽ ഫിത്നത തഖഅ ഖിലാല ബിയൂതികും കവഖഇൽ ഖദരി. മഴത്തുള്ളി നിങ്ങളിലേക്ക് വന്നു വീഴുന്നത് പോലെ ഫിത്നകൾ വന്നു വീഴുന്നതിന് ഞാൻ നിങ്ങളിൽ കാണുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രത്തോളം ഫിത്നകൾ മുസ്ലിങ്ങൾക്കിടയിൽ ഭവിക്കുന്നതാണ് എന്നാണ് ഇതിന്റെ ആശയം. പിന്നെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അതായത് ഫിത്നകളെ നിങ്ങൾ അമലുകൾ കൊണ്ട് മുൻകടക്കുക. ഫിത്നകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അതായത് ഇരുളടിഞ്ഞ രാത്രിയെ പോലെയായിരിക്കും ഫിത്നകൾ എന്നുള്ളത്. അതായത് അതിൽ ഏതാണ് സത്യം ഏതാണ് മിഥ്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്ന എത്രത്തോളം നിങ്ങളെ ബാധിക്കുമെന്ന് വെച്ചാൽ രാവിലെ മുഅ്മിനായ ഒരു മനുഷ്യൻ വൈകുന്നേരം ആകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാവും. ഇനി വൈകുന്നേരം കാഫിറായ ഒരു മനുഷ്യൻ രാവിലെ ആകുമ്പോഴത്തേക്കും കാഫിറായിട്ടുണ്ടാവും. അത്രത്തോളം ഭയാനകമായ ഫിത്നകൾ നിങ്ങൾ ഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ സമകാലികമായി നമ്മുടെ മുമ്പിൽ, സമകാലികമായല്ല മുമ്പേയുള്ളതാണ്, എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് വളരെയേറെ പ്രചാരത്തിലുള്ള ഒരു ഫിത്നയാണ് സർവമത സത്യവാദം എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഒരു ആശയം നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നും. അത്തരത്തിലുള്ളതാണ് ഈ ഒരു ആശയത്തിന്റെ നിലനിൽപ്പ് എന്നുള്ളത്. ഇനി ഈ ഫിത്നയിൽ ഈ ആശയത്തിൽ നമ്മൾ എപ്പോ അകപ്പെട്ടു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. നാം ഈ വിഷയമായ 5 കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വിഷയം എന്താണ് സർവമത സത്യവാദം എന്നുള്ളത്. രണ്ടാമതായി ഇസ്ലാമിന്റെ അടിസ്ഥാന നിലപാട് എന്താണ്, അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ സർവമത സത്യവാദത്തിനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഉൾപ്പെടുത്താനുള്ള കാരണം. മൂന്നാമതായി സർവമത സത്യവാദികൾ ഖുർആനിൽ സർവമത സത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന 1-2 ആയത്തുകളുണ്ട്. ആ ആയത്തിനെ വിശകലനം ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. ഖുർആനിൽ സർവമത സത്യവാദം. ഇനി നാലാമതായി പല മതങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അഞ്ചാമതായി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ഏതാണ് നേരായ പാത എന്നുള്ളതാണ്. ഇനി ഒന്നാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് എടുക്കാം. എന്താണ് സർവമത സത്യവാദം എന്നുള്ളത്? എല്ലാ മതങ്ങളും സത്യമാണ്. ശാശ്വതമായ സത്യത്തിലേക്കും ജീവിതമോക്ഷത്തിലേക്കുമുള്ള വ്യത്യസ്ത കൈവഴികളാണ് ഭിന്നമതധാരകൾ എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ വാദം. അതായത് सिर्फ रास्ते जुदा जुदा है लेकिन मंजिल तो एक है, अगर मंजिल एक है तो किसी भी रास्ते में पीछे है तो क्या फर्क पड़ता है. അതായത് നമ്മുടെ ലക്ഷ്യം ഒന്നാണെങ്കിൽ പല വഴികളുണ്ട്. അതിൽ ഏത് വഴിയിലൂടെ ചെന്നാലും എന്താ പ്രശ്നം? ഒരു ലക്ഷ്യമല്ലേ ഉള്ളൂ. അപ്പൊ പല വഴികളിലൂടെ ചെന്നെങ്കിൽ ഒരേ ലക്ഷ്യത്തിലേക്കല്ലേ എത്തുന്നത് എന്നാണ് ഇതിന്റെ ചുരുക്കം. അതായത് എല്ലാ മതങ്ങളെയും അംഗീകരിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അതനുസരിച്ച് ജീവിക്കുക. ഏതായാലും ആര് സൽക്കർമ്മം ചെയ്യുന്നോ നന്മ ചെയ്യുന്നോ അവനായിരിക്കും പരലോകമോക്ഷം എന്നാണ് ഇവരുടെ വാദം. ഇനി ഇതിനെ കുറിച്ച് നമ്മൾ ചുരുക്കിയത് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുക, എല്ലാ മതങ്ങളും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഈ മതം ഇസ്ലാം വിശ്വാസി പറയാ ക്രിസ്ത്യാനികൾ സത്യമാണ്, അവരെ സത്യപ്പെടുത്തി കൊടുക്കുക. യഹൂദർ സത്യമാണ്, ഹിന്ദുക്കളാണെങ്കിൽ അവരും സത്യമാണ്, എല്ലാവരും സത്യത്തിൽ തന്നെയാണുള്ളത് എന്നൊരു വാദം. ഇനി സർവമത സത്യവാദികൾ തെളിവോടിക്കുന്ന 2 ആയത്തുകളുണ്ട്. ഒന്നാമത്തേതായി സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ ആയത്ത്, ഇന്നൽ ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്സാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതായത് ഇതേപോലെയുള്ള മറ്റൊരായത്താണ് സൂറത്തുൽ മാഇദയിൽ 69-ാമത്തെ ആയത്ത്,
إن الذين آمنوا والذين هادوا والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. ഈ രണ്ട് ആയത്തുകൾ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, എന്നാലും ഈ രണ്ട് ആയത്തിന്റെ ആശയങ്ങൾ ഏകദേശം ഒന്നാണ്. ഇനി ഈ ആയത്തിന്റെ അർത്ഥം എന്തെന്ന് നോക്കിയാൽ, ഇന്നല്ലദീന ആമനു തീർച്ചയായും വിശ്വാസികൾ, വല്ലദീന ഹാദു യഹൂദർ, വന്നസാറ ക്രിസ്ത്യാനികൾ, വസ്സാബിഈന സാബികൾ. എന്നിട്ട് തുടർന്നുള്ള ആയത്തിൽ പറയാണ്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആര് ദൈവത്തിൽ വിശ്വസിക്കുന്നു, അന്ത്യനാളിൽ വിശ്വസിക്കുന്നു, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അവർക്ക് പരലോകത്ത് അവരുടെ രക്ഷിതാവിങ്കൽ അവരുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അവർക്ക് യാതൊരു ഭയമോ ദുഃഖമോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ആയത്തിന്റെ ആശയങ്ങളുള്ളത്. ഈ ആയത്തുകളിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്നാമതായി ദൈവത്തിലുള്ള വിശ്വാസം. ആരാണ് ഇവിടെ ദൈവത്തിനെ അള്ളാഹു മാത്രം എടുത്തു പറയുകയാണ്, അള്ളാഹു വിശ്വസിക്കുക എന്നുള്ളത് മാത്രം. രണ്ടാമതായി പറയുന്നത് അന്ത്യനാളിലുള്ള വിശ്വാസമാണ്, അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ വിശ്വാസപരമായിട്ട് ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് അമൽ സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സൽക്കർമ്മം, അല്ലാണ്ട് എങ്ങനെയാണ് സൽക്കർമ്മം ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അത് അമൽ സ്വാലിഹാത്ത് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാളിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടായാൽ അയാൾ പരലോക മോക്ഷത്തിന് അർഹനാണ് എന്നാണ് ഈ ആയത്ത് വിവക്ഷയാക്കുന്നത്. ഇതിനെ പിടിച്ചുകൊണ്ട് സർവസത്യവാദികൾ പറയുന്നത്, ഈ 3 കാര്യങ്ങളിൽ ഒരാളുണ്ടായാൽ, അതായത് ദൈവത്തിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അമൽ സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഏത് മതക്കാരനാകട്ടെ, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാകട്ടെ, അയാൾക്ക് പരലോകത്ത് മോക്ഷം ലഭിക്കുന്നതാണ്, പ്രതിഫലം ലഭിക്കുന്നതാണ്. അയാൾക്ക് യാതൊരു ഭയമോ ദുഃഖമോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സർവസത്യവാദികൾ പറയുന്നത്. ഇനി ഈ ഒരു ആയത്തിനെ വിശകലനം ചെയ്യുന്നതിന് മുമ്പായി നാം അറിയേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിന്റെ നിലപാട് എന്നുള്ളത്. ഇസ്ലാമിന്റെ നിലപാട് അറിയാതെ നമുക്ക് ഈ ഒരു വിഷയത്തെ ഈ ഒരു ആയത്തിനെ വിശകലനം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്താ ഇസ്ലാമിന്റെ നിലപാട്, എന്താണ് ഇസ്ലാം എന്ന് നമ്മൾ ആദ്യം പറയാം. സർവലോക സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിന്റെ നിന്ന് മനുഷ്യർക്ക് അവരുടെ ജീവിത വ്യവസ്ഥയായി അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട മതം ഇസ്ലാം മാത്രമേ ഉള്ളൂ. അവൻ വേറൊരു മതത്തെ തൃപ്തിപ്പെടുന്നില്ല, വേറൊരു മതവിശ്വാസിയാൽ സ്വീകരിക്കുകയില്ല. ഇതനുസരിച്ച് ജീവിക്കുകയും അമൽ ചെയ്യുകയും ചെയ്യുകയാൾക്കാണ് പരലോക മോക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ഇനി ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ നിലപാടുകളെ അറിയിക്കുന്ന ഖുർആനിലെ കുറച്ച് ആയത്തുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായി ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സൂറത്തു ആൽ ഇംറാനിലെ 19-ാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട മതം എന്നുള്ളത് ഇസ്ലാമാണ്, ഇസ്ലാം മാത്രമാണ് എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്ന ആയത്ത് സൂറത്തു സഫിലെ 9-ാമത്തെ ആയത്ത്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലൽ ദീനി കുല്ലി, അല്ലാഹുവാണ് അവന്റെ റസൂലിനെ ഏറ്റവും സത്യമായ ദീനിനെ കൊണ്ട് അയച്ചത്. ഇതിനു വേണ്ടിയാണെന്ന് അവിടെ പറയുന്നത്, ലിയുദ്ഹിറഹു അലൽ ദീനി കുല്ലി, മറ്റെല്ലാ ദീനുകളെയും മികക്കാൻ വേണ്ടിയാണ് അയച്ചത് എന്നുള്ളത്. മൂന്നാമതായി പറയുന്ന ആയത്ത് സൂറത്തുൽ ബഖറയിലെ തന്നെ 120-ാമത്തെ ആയത്താണ്. അതിൽ പറയുന്നു, വലൻ തർളാ അൻക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുകയാണ്, വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും, യഹൂദരും നസ്രാണികളും അതായത് ക്രിസ്ത്യാനികൾ നിങ്ങളെ തൊട്ട് എന്താക്കുകയില്ല, തൃപ്തിപ്പെടുകയില്ല, താങ്കളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല. ഏതുവരെ എന്ന് വെച്ചാൽ അവരുടെ പാത പിന്തുടരുന്നത് വരെ. അവരുടെ പാത പിന്തുടർന്നാൽ അവർ എന്താക്കുന്നതാണ്, വിശ്വസിക്കുന്നതാണ്, തൃപ്തിപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ തൃപ്തിപ്പെടുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ശേഷം അല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, താങ്കൾ പറയുക, ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, സത്യം എന്നുള്ളത് അല്ലാഹുവിന്റെ മാർഗമാണ്. ഇനി ഇവിടെ 4-ായി പറയുന്ന ആയത്ത് സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത്, وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله, എന്റെ ഈ നേരായ പാതയെ നിങ്ങൾ പിന്തുടരുക. എന്റെ ഈ പാതയാണ് ഏറ്റവും നേരായ പാത. ഫത്തബിഉഹു, നിങ്ങൾ അതിനെ പിന്തുടരുക. ശേഷം പറയുകയാണ്,
വലാതത്തിന്റെ അസ്തുബുല ബാക്കിയുള്ള പാതകളെയൊന്നും നിങ്ങൾ വഴികളെയൊന്നും നിങ്ങൾ പിന്തുടരരുത്. അത് നിങ്ങളുടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തൊട്ട് അത് നിങ്ങളെ തെറ്റിക്കുന്നതാണ്. ഇനി ശേഷം പറയുകയാണ് അല്ലൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുൽ ഇസ്ലാമ ദീന. അതായത് അല്ലാഹു പറയുകയാണ് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് നിഅമത്തായി പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ശേഷം അല്ലാഹു പറയുകയാണ് ഞാൻ ഇസ്ലാമിലെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ്. ശേഷം പറയുന്നത് സൂറത്ത് ആരംഭത്തെ ആരെങ്കിലും ഇസ്ലാം അല്ലാതെ ജീവിതമാർഗത്തെ ആഗ്രഹിച്ചാൽ അത് പിൻപറ്റിയാൽ അവനെ തൊട്ട് സ്വീകരിക്കുന്നതല്ല, അവൻ പരലോകത്ത് നഷ്ടവാളികളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഈ ആറ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ടാണ് മനുഷ്യർക്ക് നേർമാർഗമായി നൽകിയിട്ടുള്ള ഏക ജീവിത മാർഗമാണ് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാം അല്ലാത്ത ഒരു കാര്യത്തിലും വേറൊരു ജീവിത മാർഗത്തിലും അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ ആയത്തുകളുടെ വിവക്ഷയിലാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്ത് ആ ആയത്തും ഈ ആയത്തും തമ്മിൽ പറയുന്നത് വൈദ്യുതിയുടെ ഒരു സംശയം ഉണ്ടാകും നമുക്ക്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആയത്തിന്റെ ഒന്ന് നോക്കാം. ഇവിടെ സൂറത്ത് അൽ-ബഖറയിലെ 62-ാമത്തെ ആയത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ആയത്ത് ആശയം നോക്കുകയാണെങ്കിൽ ഇന്നല്ലദീന ആമനൂ വിശ്വസിച്ചവർ വല്ലദീന ഹാദു യഹൂദികൾ വന്നസാറ ക്രിസ്ത്യാനികൾ വസ്സാബിഈൻ സാബികൾ തുടർന്ന് പറയാണ് അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ രക്ഷിതാക്കൾക്ക് പ്രതിഫലം ഉണ്ടാകുമെന്ന്. ഈ ഒരു ആയത്ത് നാം പരിശോധിക്കുമ്പോൾ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് അന്നുണ്ടായ ആ ഒരു സമയത്തുണ്ടായ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരു വാദം ഉണ്ടായിരുന്നു. അതായത് സാമുദായികവാദങ്ങൾ ഇതിനെ ചുറ്റി പറയാം. അതായത് നമ്മുടെ ജനതയിൽപ്പെട്ട നമ്മുടെ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് പരലോക മോക്ഷം. അതെങ്ങനെയുള്ള ആളാവട്ടെ, നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ആക്രമിക്കുകയോ ദൈവത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ എങ്ങനെയുള്ള ആളാവട്ടെ, അയാൾ ജൂതനാണെങ്കിൽ അയാൾക്ക് പരലോക മോക്ഷമുണ്ട്, അയാൾ ക്രിസ്ത്യാനികളോടെയും അയാൾക്ക് ക്രിസ്ത്യാനിയാണെങ്കിൽ പരലോക മോക്ഷമുണ്ട്. ഈ ഒരു വിശ്വാസം മുസ്ലിങ്ങളെ സ്വാധീനിച്ചു. മുസ്ലിങ്ങൾ ചിലർ വിചാരിക്കാൻ തുടങ്ങിയത് അതായത് മുസ്ലിമായ മാത്രം മതി, മുസ്ലിം എന്നുള്ള പേരുണ്ടായാൽ മതി, സൽക്കർമ്മം ചെയ്യേണ്ട, യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിനെ വിശ്വസിക്കുക, അതിനെ കാര്യമായി എടുക്കുകയോ ചെയ്യേണ്ട. മുസ്ലിം എന്ന പേരുണ്ടായാൽ അവന് പരലോക മോക്ഷം ഉണ്ടാവുമെന്ന് അവർ വിചാരിച്ചു തുടങ്ങി. ആ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. തുടർന്ന് അള്ളാഹു ഈ ഒരു സാമുദായിക വാദത്തെ തകർക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തെ പറയുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരോ ആൾക്കാരെ ഞാൻ പറഞ്ഞ സാമുദായിക വാദത്തിനുള്ള തെളിവുകൾ ഖുർആൻ തന്നെയുണ്ട്. ഖുർആനിൽ 2 ആയത്തുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത്. ഒന്നാമത് അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും പാലിക്കുന്നതാണ്, അവർ അള്ളാഹുവിന്റെ അടുത്ത ആൾക്കാരാണ്, അവർ അള്ളാഹുവിന്റെ സ്നേഹിതരാണ് എന്നുള്ളത്. രണ്ടാമത്തെ ആയത്ത് യഹൂദികൾ പറയുന്നതായിട്ടാണ് പറയുന്നത്. അതായത് അവരെ കുറച്ച് നാളുകൾ മാത്രമേ, എത്ര തിന്മ ചെയ്ത ആൾക്കാരാണെങ്കിലും കുറച്ച് ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾ മാത്രമേ അവർ നരകത്തിൽ കിടക്കൂ, തുടർന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ഈ ഒരു തരത്തിലുള്ള വാദം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവുകയാണ്. ഈ ആയത്ത് അവതീർണമായി ഈ 5 കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് ഈ ആയത്ത്. അതിൽ ഒന്നാമത്തത് ആരാണ് വിശ്വാസികൾ? ഈ ഇന്നല്ലദീന ആമനു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നല്ലദീന ആമനു കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ സത്യവിശ്വാസം, അതായത് യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുന്ന ഒരാളെയല്ല ഇവിടെ ഇന്നല്ലദീന ആമനു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് മുസ്ലിം സമൂഹത്തിൽ ആരൊക്കെ പെട്ടോ അവരെല്ലാം കൂടി ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ ഇന്നല്ലദീന ആമനു എന്ന് പറയുന്നത്. നമുക്ക് തുടർന്നുള്ള വാക്കുകളുടെ വചനങ്ങളിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ശേഷം അല്ലാഹു പറയുന്നത് വല്ലദീന ഹാദു, ജൂതന്മാർ. ഇവിടെയും ജൂതന്മാർ കൊണ്ട് ഉദ്ദേശം യഥാർത്ഥ യഹൂദമതം അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരല്ല, മറിച്ച് മൊത്തത്തിലുള്ള ജൂതന്മാർ ആരുമാകട്ടെ, സൽക്കർമ്മം ചെയ്യുന്നവരാകട്ടെ ചെയ്യാതിരിക്കുന്നവരാകട്ടെ. ഇത് തന്നെയാണ് ഈ 4 കാര്യങ്ങൾ പേരെടുത്ത് പറഞ്ഞ 4 വിഭാഗക്കാരുടെയും അവസ്ഥ.
അവസ്ഥ. ക്രിസ്ത്യാനികളാവട്ടെ സ്വാഭികളാവട്ടെ. സ്വാഭികളാരെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഇറാഖിൽ ജീവിച്ചിരുന്ന ഇറാഖും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടരാണ്. അവർ നബിമാരുടെ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ മലക്കുകളെയും ഗ്രഹങ്ങളെയും ദൈവങ്ങളായി സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസ രീതി. ഇനി ശേഷം പറയുന്നത് ഈ ഒരു വചനം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അതായത് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വാദമുള്ള ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ ആകണമെന്നില്ല, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പരലോക മോക്ഷം ലഭിക്കണമെന്നില്ല. പക്ഷെ പരലോക മോക്ഷം ലഭിക്കുന്നത് ആർക്കാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അമില സാലിഹൻ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്നവർക്കുമാണ് പരലോക മോക്ഷം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഇനി നാലാമത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള അന്തരം. അതായത് നമുക്ക് സിദ്ധാന്ത പ്രകാരം മാത്രമല്ല, അതായത് തെളിവിച്ചുകൊണ്ട് മാത്രമല്ല, യുക്തി കൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് സർവ്വ സത്യവാദമുള്ളത്. കാരണം നമ്മിപ്പോ ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നോക്കിയാൽ മതി. പല മതങ്ങൾ, ഇപ്പൊ ഇവിടെ ഞാൻ 4 മതങ്ങളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. 4 മതങ്ങൾ തമ്മിലുള്ള ദൈവത്തിലുള്ള വിശ്വാസങ്ങൾ. ഒന്നാമതായി ജൂതന്മാരെ കൊടുത്തിട്ടുണ്ട്. وقالت اليهود عزير ابن الله وقالت اليهود يد الله مغلولا. അതായത് ഒരു വൈകൃതമായ രൂപത്തിലാണ് അവർ അള്ളാഹുവിനെ ദൈവത്തെ കണ്ടിരുന്നത്. അതായത് ദൈവത്തിന് പുത്രനുണ്ട്, ദൈവം പിശുക്കനാണ്, ഇന്നല്ലാഹു ഫഖീറുൻ നഹ്നു അഗ്നിയാ, ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു സൃഷ്ടിക്കുണ്ടാവുന്ന പ്രത്യേകതകൾ ദൈവത്തിന് വെച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ക്രിസ്ത്യാനികളാവട്ടെ അവർ വേറൊരു ആശയത്തിലാണ് നിലകൊണ്ടിരുന്നത്. ത്രിയേകത്വം, 3 കൂടി ഒന്നാണ് ദൈവം എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈസാ നബിയെ അവർ പ്രവാചകനായല്ല, മറിച്ച് ദൈവപുത്രനായാണ് കാണുന്നത്. ഇനി ഹിന്ദുക്കളുടെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ അവർ ബഹുദൈവ വിശ്വാസികളാണ്. പല ദൈവങ്ങളുണ്ട്, പല ആരാധ്യരുണ്ട്. അത് മാത്രമല്ല വേറെ പല വൈകൃത വിശ്വാസങ്ങളുണ്ട് അവർക്ക്. ദൈവങ്ങൾ തമ്മിൽ അടികൂടുക, ദൈവങ്ങൾ തമ്മിൽ ശത്രുക്കളാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ഗ്രന്ഥങ്ങൾ കേട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 4ാമതായി കൊടുത്തിട്ടുള്ള മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇതിൽ നിന്നൊക്കെ വളരെയേറെ വ്യത്യാസമായ രൂപത്തിലാണ് മുസ്ലിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം എന്നുള്ളത്. ഇവിടെ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിലുള്ളത്. എന്നുള്ള ആയത്ത്. ശേഷം 2ാമതായി അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം അൽ-യൗമിൽ ആഖിർ എന്നുള്ളതാണ്. അന്ത്യനാളിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ പരലോകത്തുള്ള വിശ്വാസം എന്നുള്ളത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലാണ് ഓരോരുത്തരുടെയും വിശ്വാസം. ജൂതന്മാരാകട്ടെ അവരുടെ വിശ്വാസം എന്താണ്? അവരെ മാത്രമേ അല്ലാഹു പരിഗണിക്കുകയുള്ളൂ. പരലോകത്ത് അവർക്ക് മാത്രമേ പരലോക മോക്ഷം ലഭിക്കുകയുള്ളൂ, അവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ശിക്ഷിക്കുന്നതാണ് എന്നുള്ളത്. ക്രിസ്ത്യാനികൾ ഏകദേശം ഈ രൂപത്തിലാണ് തന്നെ വിശ്വസിച്ചത്. എന്ത് ചെയ്യുന്ന പരലോകത്ത് അവർക്ക് മോക്ഷമുണ്ട് എന്ന രീതിയിൽ. ഹിന്ദുക്കളാകട്ടെ അവരുടെ ആ ഒരു വിശ്വാസം വേറെ രീതിയിലാണ്. പുനർജന്മ വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ജന്മത്തിൽ നന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ നല്ലവരായി ജനിക്കുകയും ഈ നല്ല ജീവികൾ അല്ലെങ്കിൽ നല്ല മനുഷ്യരായി തന്നെ ജനിക്കുകയും തിന്മ ചെയ്തവർ അടുത്ത ജന്മത്തിൽ വല്ല പട്ടിയോ ഭംഗിയോ അങ്ങനെ എന്തെങ്കിലുമായി ജനിക്കും എന്നാണ് അവരുടെ വിശ്വാസം. ഈ മുസ്ലിങ്ങളുടെ കാര്യം എടുത്ത് നോക്കിയാൽ വ്യക്തമാണ് മുസ്ലിങ്ങളുടെ പരലോകത്തിലുള്ള വിശ്വാസം. നന്മ ചെയ്തവർക്ക് പ്രതിഫലവും തിന്മ ചെയ്തവർക്ക് ശിക്ഷയും ഉണ്ട് എന്നുള്ളതാണ്. ഇനി അമലു സാലിഹത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അമലു സാലിഹത്ത് എന്നുള്ളത് നമുക്ക് എവിടെയും വ്യക്തമായി കാണാനില്ല. എന്താണ് സാലിഹാത്തുകൾ? ഇത് നമുക്ക് മാനദണ്ഡങ്ങൾ വേണം. അങ്ങനെയുള്ള മാനദണ്ഡമാണ് ഇസ്ലാമിന്റെ ഖുർആൻ എന്നുള്ളത്. അപ്പോ ആ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇപ്പൊ പല മതങ്ങളും തമ്മിൽ പല ഗ്രന്ഥങ്ങളുണ്ടാവും, അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഈ ജൂതന്മാരാകട്ടെ ഖുർആൻ നിഷേധിക്കുന്നു, ക്രിസ്ത്യാനികൾ ഖുർആനിനെയും തൗറാത്തിനെയും നിഷേധിക്കുന്നു. ഹിന്ദുക്കളാകട്ടെ അവർ ഋഗ്വേദത്തെയാണ് ദൈവികമായി കാണുന്നത്. അതായത് ഋഗ്വേദത്തിലെ 10ാം മണ്ഡലം 90ാം സൂക്തത്തിൽ പറയുന്നത് പരമപുരുഷനായ ഭഗവാനിൽ നിന്ന് വേദം ഉൽപ്പന്നമായി എന്നുള്ളത്. ഋഗ്വേദം ദൈവിക ഗ്രന്ഥമായാണ് അവർ വാദിക്കുന്നത്. ഇനി മുസ്ലിങ്ങളുടെ കാര്യമാക്കുകയാണ്. മുസ്ലിം ഖുർആനിലെ ആയത്തുണ്ട്, അതായത് പല ഗ്രന്ഥങ്ങളെ കൈകടത്തലുണ്ടാക്കി എഴുതിയതിനു ശേഷം അല്ലാഹു ദൈവത്തിൽ നിന്നുള്ളതാണ് വാദിക്കുന്നവർക്ക് നാശം തന്നെയാണ് ഖുർആന്റെ നിലപാട്. അപ്പൊ ഈ 4 മതങ്ങളും ഈ 3 കാര്യങ്ങളിൽ 4 വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. ഇനി നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈസാ നബിയുടെ വിശ്വാസമാണ്. ഇതും വളരെ വ്യത്യസ്തമായ രൂപത്തിലാണ് 3 പേരും കാണുന്നുള്ളത്. ജൂതന്മാരാണെങ്കിൽ അവർ ഈസാ നബിയെ വധിച്ചു കളഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്, അവർ അങ്ങനെയാണ് വാദിക്കുന്നത്. ഇനി ക്രിസ്ത്യാനികളാകട്ടെ പാപസിദ്ധാന്തം പറയുന്നു. അതായത് അവരുടെ
പാപങ്ങൾ പൊറപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഈസാ നബി സ്വയം കുരിശിൽ തറക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇനി മുസ്ലിങ്ങളാകട്ടെ ഇസ്ലാമാകട്ടെ ഈ രണ്ട് കാര്യങ്ങളെ നിരാകരിച്ചുകൊണ്ട് പറയാണ്. സൂറത്തുൽ നിസായിലെ 187-ാമത്തെ ആയത്തിൽ 158-ാം ആയത്തിലൂടെ പറയാണ്, അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടുമില്ല, മറിച്ച് അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് എന്നുള്ളത്. ഈ നാം ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, എല്ലാ വിശ്വാസങ്ങളും, എല്ലാ കാര്യങ്ങളും, അടിസ്ഥാന കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഈ മതങ്ങൾ തമ്മിലുള്ള അടിസ്ഥാന കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ വെച്ച് പുലർത്തുന്ന ഈ മതങ്ങളൊക്കെ എങ്ങനെ ഒരു ശരിയാവും? ഒരിക്കലും വ്യക്തിക്ക് യോജിച്ച കാര്യമില്ല എന്നുള്ളതാണ് ഇവർ പറയാനുള്ളത്. ഇതിൽ ഒന്ന് മാത്രമായിരിക്കും ശരി, ബാക്കിയുള്ളതെല്ലാം തെറ്റായിരിക്കും. ഒന്ന് ശരിയാണെങ്കിൽ ഏതാണ് നേരായ പാത എന്നുള്ളതാണ്. ഏതാണ് നേരായ പാത എന്നുള്ളതാണെങ്കിൽ ഖുർആനിലെ നാം ദിവസവും നിർബന്ധമായി 17 തവണ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ 6-ാമത്തെയും 7-ാമത്തെയും സൂക്തങ്ങളാണിത്, അധ്യായങ്ങളാണിത്. പറയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് നമ്മളെ നയിക്കണേ. ശേഷം പറയുകയാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ പാതയിലേക്ക്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ പാതയിലേക്കല്ല. ഇവിടെ കോപിച്ചവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതന്മാരെയാണ്. വലദ്ദാലിൻ, വഴിപിഴച്ചവരുടെ പാതയിലേക്കല്ല. ഇവിടെ വഴിപിഴച്ചവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രത്തോളം വ്യത്യാസങ്ങളുള്ള ഈ മതങ്ങളൊക്കെ ഒന്നാണ്, ശരിയാണ് എന്ന് ഒരുമിച്ച് പറയുന്നത് ഒരിക്കലും യുക്തിക്കും തെളിവ് വെച്ചും സ്ഥാപിക്കാൻ സാധ്യമായ കാര്യമല്ല. അപ്പൊ നാം ഇവിടെ ചുരുക്കി പറഞ്ഞാൽ സർവ്വമത സത്യവാദങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ആശയമല്ല, തീർത്തും തെറ്റായ ഒരു ആശയമാണ്. ഇസ്ലാമാണ് ശരിയായ പാത, ഇസ്ലാം മാത്രമാണ് ശരിയായ പാത എന്നുള്ളതാണ്. ലൗകിക വിഷയത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിനായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.